ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോംപ്രഹെൻഷൻ. റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതെങ്ങനെ ക്രാക്ക് ചെയ്യാം? സപ്പോസ് അത് പോം ആണെങ്കിൽ എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കണ്ടോ, ഇവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇന്നേ വരെ കാണാത്തൊരു പോയം ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഏത് പോയം കൊടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്പെഷ്യൽ there is just one, it gives us water, soil and sun. ഇത് ജസ്റ്റ് എർത്തിനെ പറ്റിയിട്ടാണ്, നമ്മുടെ ഭൂമിയെ പറ്റിയിട്ടാണ്. ഭൂമി നമുക്ക് സ്പെഷ്യൽ ആണ്. അവിടെ ആകെ ഒരു ഭൂമിയേ ഉള്ളൂ. അത് നമുക്ക് വെള്ളം തരുന്നു, മണ്ണ് തരുന്നു, അതുപോലെ തന്നെ വെളിച്ചം തരുന്നു, ഒക്കെ തരുന്നുണ്ട്. പീപ്പിൾ ആൻഡ് ആനിമൽസ് ഷെയർ ദ ലാൻഡ്. നമ്മൾ മാത്രമല്ല, ആനിമൽസും എന്താക്കുന്നുണ്ട്, ഈ ഭൂമി ഷെയർ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ലെൻഡ് എ ഹെൽപ്പ് ഹാൻഡ്. ആ ഒരു ഭൂമിക്ക് നമുക്ക് എന്താക്കാം, ഹെൽപ്പ് ചെയ്യാം. കാരണം ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ക്യാൻ സേവ് വാട്ടർ ആൻഡ് പ്ലാന്റ് എ ട്രീ. നിങ്ങൾക്ക് ജലം സംരക്ഷിക്കാൻ പറ്റും, അതുപോലെ തന്നെ എന്ത് നടാൻ പറ്റും, ചെടി നടാൻ പറ്റും. മേക്ക് എ ബെറ്റർ ഹോം ഫോർ യു ആൻഡ് മീ. എനിക്കും നിനക്കും വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, നല്ലൊരു ഭൂമിയെ സൃഷ്ടിക്കാം. റീസൈക്കിൾ തിങ്സ്. കാര്യങ്ങളൊക്കെ എന്താക്കാം, റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാം. ആൻഡ് ഡോണ്ട് ത്രോ അവേ. അതൊന്നും വലിച്ചെറിയരുത്. മേക്ക് എവറി ഡേ ആൻ എർത്ത് ഡേ. എല്ലാ ദിവസവും എർത്ത് ഡേ ആക്കുക. അല്ലാതെ ചില ദിവസങ്ങളിൽ മാത്രം നമുക്ക് നേച്ചർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാതെ എല്ലാ ദിവസവും എൻവയോൺമെന്റിലെ ഒക്കെ ആചരിക്കുന്നത് പോലെ എല്ലാ ദിവസവും ചെടികളൊക്കെ നട്ട് അടിപൊളിയാക്കുക. ഇതൊരു പോമാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ തീം ഓഫ് ദ പോം? ഈ ഒരു കവിതയുടെ തീം എന്താണെന്നാണ് ഇതിന്റെ പോം. ഇത് ജസ്റ്റ് ആൻസർ നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ആൻസർ ചെയ്തു നോക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന ആൻസറിലേക്ക് അടുക്കുക. ഓക്കെ ആണല്ലോ? യെസ്, ഇതിന്റെ ആൻസർ നമുക്ക് സപ്പോസ് ഒരു ആൻസർ കൊടുക്കാൻ പറ്റുന്നത് ഇതാണ്. എർത്ത് പ്രൊവൈഡ്സ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവറി മാൻസ് നീഡ്. മനുഷ്യന്റെ എല്ലാവിധ ആവശ്യങ്ങൾക്കുമുള്ള ആവശ്യങ്ങളും ആര് തരുന്നുണ്ട്? അതൊക്കെ സാറ്റിസ്ഫൈ, സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭൂമി തരുന്നുണ്ട്. ബട്ട് നോട്ട് എവറി മാൻസ് ഗ്രീഡ്. എല്ലാവരുടെയും അത്യാർത്തി അതിൽ നിന്ന് കഴിയുകയില്ല. എല്ലാവർക്കും ആവശ്യമുള്ളത് ഭൂമി തരുന്നുണ്ട്, പക്ഷെ എല്ലാവരുടെയും ആർത്തിക്ക് മീൻസ് ഗ്രീഡ് മീൻസ് അത്യാർത്തി. ഓക്കെ, അതുപോലെ എന്തെങ്കിലും അത് തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഈ പോം വായിച്ചിട്ട് എന്താണോ മനസ്സിലായതിന്റെ തീം എന്താണെന്നുള്ളത് അത് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ചോദ്യം എന്താണ്? പിക്ക് ഔട്ട് 2 pairs of rhyming words from the poem. ഈ കവിതയിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് എഴുതാനാണ്. ചിലപ്പോൾ റൈമിംഗ് സ്കീം ചോദിക്കും. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് എഴുതി നോക്കാം. യെസ്, ഇവിടെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. റൈമിംഗ് വേർഡ്, റൈമിംഗ് സ്കീം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈനിന്റെയും അവസാനത്തത് സെയിം ആയിട്ട് വരുന്നുണ്ടോ എന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ജസ്റ്റ് വൺ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വൺ അതുപോലെ സെയിം ആയിട്ട് വരുന്നത് സൺ. വൺ സൺ, ഇത് സെയിം അല്ലേ? അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ലാൻഡ് ഹാൻഡ്. ഓക്കെ, സെയിം ആയി വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, യെസ് ട്രീ മീ. അതുപോലെ എവേ ഡേ. ഇതൊക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈമിംഗ് വേർഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ണിന് നമ്മൾ എ കൊടുക്കുകയാണെങ്കിൽ, യെസ് നോക്കൂ, വണ്ണിന് എ കൊടുക്കുകയാണെങ്കിൽ അതുപോലെയുള്ള സണ്ണിനും എ കൊടുക്കുന്നു. പിന്നെ ലാൻഡിന് ബി കൊടുക്കുകയാണെങ്കിൽ ലാൻഡ് പോലെയുള്ള ഹാൻഡിനും ബി കൊടുക്കുന്നു. ചിലപ്പോൾ ആ വണ്ണെന്ന് കഴിഞ്ഞിട്ട് സണ്ണ് വരുന്നത് ചിലപ്പോൾ ലാൻഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ എ ബി എ എന്നായിരിക്കും വരിക. പക്ഷേ ഇവിടെ വന്നുള്ളത് എ എ ബി ബി സി സി ഡി ഡി, ഇങ്ങനെയാണ്. ഇതാണ് ഇതിന്റെ റൈമിംഗ് സ്കീം. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താ? റൈമിംഗ് വേർഡ്. ഇനിയിപ്പോൾ സപ്പോസ് ഇനി വരുന്ന എക്സാമിൽ നിങ്ങളോട് റൈമിംഗ് സ്കീം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതണം. ഇപ്പം നമ്മളോട് ചോദിച്ചത് വൺ സൺ ലാൻഡ് ഹാൻഡ് എന്നുള്ള ആ ഒരു റൈമിംഗ് വേർഡ് എഴുതാനാണ്. നമുക്ക് നോക്കാം. അതിന്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺ സൺ ലാൻഡ് ഹാൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ പോവാണ്. ഫൈൻഡ് ഔട്ട് എ ലൈൻ ഫ്രം ദ പോം ദാറ്റ് ഹെൽപ്പ് us make our earth better home. നമ്മുടെ ഈ ഒരു ഭൂമി കുറച്ചുകൂടി ബെറ്റർ ഹോം, കുറച്ചുകൂടി നല്ലൊരു വീടാക്കി മാറ്റാനുള്ള എന്ന് പറയുന്ന ആ ലൈൻ ഏതാണെന്നാണ് ഇതിന്റെ ആൻസർ. നിങ്ങൾ കണ്ടത് ആ ലൈൻ അങ്ങനെ എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം കിട്ടിയല്ലോ. ജസ്റ്റ് ഇത് പോസ് ചെയ്തിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ. യെസ്, അതിന്റെ ആൻസർ പറയാൻ പോവാണ്. യു ക്യാൻ സേവ് വാട്ടർ ആൻഡ് പ്ലാന്റ് എ ട്രീ. നിങ്ങൾ എങ്ങനെ നമുക്ക് ഭൂമിയെ എന്താക്കാം, സേവ് ചെയ്യാം? വെള്ളം സംരക്ഷിക്കാം, അതുപോലെ തന്നെ മരം നടാം. റീസൈക്കിൾ തിങ്സ്. കാര്യങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാം. ഡോണ്ട് ത്രോ അവേ. ആ പ്ലാസ്റ്റിക് ഒന്നും എന്താക്കരുത്, വലിച്ചെറിയരുത്. മേക്ക് എവറി ഡേ ആൻ എർത്ത് ഡേ. എല്ലാ ദിവസവും എർത്ത് ഡേ ആയിട്ട് പരിഗണിക്കുക. യെസ്, ഇതൊക്കെയാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞാൽ എന്ത് കൊടുക്കും? ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ടൈറ്റിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭൂമി. എർത്ത് ഡേ ഇസ് എവറി ഡേ. ഇത് ഓൾറെഡി നമ്മുടെ ആ ഒരു പോത്തിലുള്ള വരി കൂടിയാണ്, അതിലുള്ള ഒരു ഫ്രേസ് കൂടിയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്താക്കാൻ നിങ്ങൾ ഇടുക. നിങ്ങൾ ഏതാണോ കൊടുത്തത് അത് കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യട്ടോ. നിങ്ങളുടെ ആ ഹെഡിങ് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ, പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ പോം വിച്ച് മീൻസ് റീയൂസ്. വീണ്ടും ഉപയോഗിക്കുക എന്നുള്ള വാക്ക്, അതിന് പറ്റുന്ന മറ്റൊരു സിനോണിം നമ്മുടെ എവിടെ
കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കവിതയിലുണ്ട്. ആ വാക്ക് കണ്ടുപിടിച്ചിട്ട് എന്താക്കുക, ഡെഫിനറ്റ്ലി അതും നിങ്ങൾ അറിയിക്കുക. ഡെഫിനറ്റ്ലി അതിൻ്റെ ആൻസർ പറയാൻ പോവാണ്. നിങ്ങൾ പോസിറ്റീവ് ആൻസർ പറയുന്നുണ്ടാവും. യെസ്, ദിസ് ഇസ് റീസൈക്കിൾ എന്നുള്ള വേർഡാണ് അതിൻ്റെ എക്സാക്ട് ആൻസർ പറയുന്നത്. കഴിഞ്ഞില്ല, ഇതുപോലെ ധാരാളം വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും എക്സാം എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ഇതിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെല്ലാവരും പഠിക്കട്ടെ, സെറ്റ് ആവട്ടെ. അത് മാത്രമല്ല, നമ്മൾ ഇനി ധാരാളം ലൈവ് സെഷനുമായിട്ട് ഇതുപോലെ ധാരാളം ഡിസ്കോഴ്സസും ധാരാളം ചാപ്റ്റേഴ്സും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ലൈവ് സെഷൻ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലൈവ് മിസ് ചെയ്യരുത്. ലെറ്റ്സ് സീ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. അണ്ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ. Thank you.